കേരളത്തിലെ മഴയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് പെയ്യുമ്പോൾ പ്രകൃതി മുഴുവൻ ഒരു മൂടൽമഞ്ഞിനുള്ളിലാകും. വിശേഷിച്ച് കോട്ടയം ആലപ്പുഴ അതിർത്തിയിലെ ആ ഗ്രാമത്തിൽ നീലാംപേരൂർ. ചുറ്റും വയലുകളും ഇടയ്ക്കിടെ കാണുന്ന തോടുകളും തെങ്ങിൻ തോപ്പുകളും. രാത്രിയുടെ ആഴത്തിൽ മണി 12 കഴിഞ്ഞിരുന്നു. ഇടിമിന്നലോട് കൂടിയുള്ള ആ മഴ ആ ഗ്രാമത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. സർക്കിൾ ഇൻസ്പെക്ടർ തോമസ് വർഗീസ് തൻ്റെ ജീപ്പിലിരുന്ന് പുറത്തേക്ക് നോക്കി. വൈപ്പേഴ്സ് വേഗത്തിൽ ചലിക്കുന്നുണ്ടെങ്കിലും വിൻഡ് ഷീൽഡിലൂടെ വ്യക്തമായി ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന് 60 വയസ്സ് തികയാൻ ഇനി 3 മാസമേ ഉള്ളൂ. പോലീസ് സർവീസിലെ അവസാനത്തെ ദിനങ്ങൾ എണ്ണുകയാണ് അദ്ദേഹം. പക്ഷേ ഈ രാത്രി അദ്ദേഹത്തിന് വിശ്രമമില്ല. സർ, സ്ഥലമെത്തി, ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ഡ്രൈവർ പറഞ്ഞു. തോമസ് ജീപ്പിൽ നിന്നും ഇറങ്ങി. കയ്യിലുണ്ടായിരുന്ന കുട തുറന്നു. ചെളി നിറഞ്ഞ വഴിയിലൂടെ അദ്ദേഹം നടന്നു. മുന്നിൽ ഒരു പഴയ ബംഗ്ലാവ്, വർഗീസ് ഭവൻ. നാട്ടിലെ പ്രമുഖനായ സാമൂഹ്യ പ്രവർത്തകൻ ജേക്കബ് വർഗീസിൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് ഈ വീടിൻ്റെ പിന്നിലുള്ള ബോട്ട് ഹൗസിലാണ്. സ്ഥലത്ത് ഇപ്പോഴും പോലീസുകാരുണ്ട്. ഫ്ലാഷ് ലൈറ്റുകളുടെ വെളിച്ചം മഴയിൽ തെളിഞ്ഞു മങ്ങുന്നു. സബ് ഇൻസ്പെക്ടർ രാജൻ തോമസിനെ കണ്ട ഉടനെ ഓടി വന്നു. സർ, ബോഡി പുറത്തെടുത്തിട്ടുണ്ട്. ഡോക്ടർ വന്നു നോക്കി. കൊലപാതകം തന്നെയാണെന്ന് ഉറപ്പുണ്ട്. തോമസ് ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം ബോട്ട് ഹൗസിനുള്ളിലേക്ക് കയറി. അവിടെ ഇപ്പോഴും രക്തത്തിൻ്റെ മണം മാറിയിട്ടില്ല. തടി കൊണ്ടുണ്ടാക്കിയ ആ ബോട്ട് ഹൗസ് വെള്ളത്തിന് മുകളിൽ നിൽക്കുന്നതാണ്. ജേക്കബ് വർഗീസിനെ കണ്ടെത്തിയത് അവിടെയുള്ള ഒരു മുറിയിലെ കട്ടിലിലാണ്. കഴുത്തിൽ ആഴത്തിലുള്ള മുറിവ്. ആരാണ് കണ്ടെത്തിയത്? തോമസ് ചോദിച്ചു. വീട്ടിലെ പണിക്കാരൻ മാത്യു. രാവിലെ ജോലിക്ക് എത്തിയപ്പോഴാണ് സർ. ജേക്കബ് സാർ രാത്രി ഇവിടെ തങ്ങാറുണ്ടായിരുന്നു അത്രേ, ശാന്തത തേടി. രാജൻ മറുപടി പറഞ്ഞു. തോമസ് മൃതദേഹം കിടന്ന സ്ഥലം പരിശോധിച്ചു. ജനലുകൾ അകത്തു നിന്നും പൂട്ടിയിരുന്നു. വാതിലും അങ്ങനെ തന്നെ. ഇതൊരു ലോക്കഡ് റൂം മിസ്റ്ററി പോലെ തോന്നുന്നു. പുറത്തുനിന്നും ആർക്കും കയറാൻ സാധിക്കില്ല. പിന്നെ കൊലയാളി എങ്ങനെ പുറത്തുപോയി? തോമസിൻ്റെ മനസ്സിൽ പഴയ ഒരു കേസിൻ്റെ ഓർമ്മകൾ തെളിഞ്ഞു. 10 വർഷം മുൻപ് അദ്ദേഹം അന്വേഷിച്ച ഒരു കേസ്. അതിലും ഇതുപോലെ ഒരു അസാധ്യത്വം ഉണ്ടായിരുന്നു. ആ കേസ് അദ്ദേഹത്തിന് തെളിയിക്കാൻ സാധിച്ചില്ല. അത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു കരടായി അവശേഷിച്ചു. ആ ഓർമ്മ അദ്ദേഹത്തെ ഇപ്പോഴും വേട്ടയാടാറുണ്ട്. മാത്യുവിനെ വിളിച്ചോ? ഉണ്ട് സർ, സ്റ്റേഷനിലുണ്ട്. ഭയപ്പാട് കൊണ്ട് വിറക്കുകയാണ്. ശരി, നമുക്ക് സ്റ്റേഷനിലേക്ക് പോകാം. ഈ മഴ മാറുന്ന ലക്ഷണമില്ല. ജീപ്പിൽ തിരികെ വരുമ്പോൾ തോമസിൻ്റെ ഫോൺ ശബ്ദിച്ചു. ഭാര്യ സാറയായിരുന്നു. എന്താ തോമസ് ഇനിയും വരാത്തത്? രാത്രി വൈകിയില്ലേ? ഒരു കേസുണ്ട് സാറാ. ജേക്കബ് വർഗീസിനെ ആരോ കൊന്നു. ഫോണിൻ്റെ മറുതലയ്ക്കിൽ നിന്നും നിശബ്ദത. ജേക്കബ് സാറിനെയോ? നാട്ടുകാർക്കെല്ലാം അദ്ദേഹം ദൈവമായിരുന്നല്ലോ. അതാണ് പ്രശ്നം. ദൈവങ്ങളെ കൊല്ലാൻ വരുന്നവർ പിശാചുക്കളായിരിക്കില്ല. പലപ്പോഴും അവരുടെ ഏറ്റവും അടുത്തുള്ളവരായിരിക്കും. ഞാൻ വൈകും, നീ ഉറങ്ങിക്കോ. ഫോൺ കട്ട് ചെയ്തു. തോമസ് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. മഴയുടെ ശബ്ദം അദ്ദേഹത്തിൻ്റെ ചിന്തകളെ മറച്ചുവെച്ചു. ജേക്കബ് വർഗീസ്, നാട്ടിലെ വലിയൊരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഉടമ. പ്രതീക്ഷ, നിർധനരായ കുട്ടികൾക്കും രോഗികൾക്കും സഹായം നൽകുന്ന സംഘടന. അദ്ദേഹത്തിന് എത്ര ശത്രുക്കളുണ്ടാകും? പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും പുലർച്ചെ 3 മണിയായി. ഇൻട്രോഗേഷൻ റൂമിൽ മാത്യു ഇരിക്കുന്നുണ്ട്. 40 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആൾ. മുഖം വെളുത്തു വിളറിയിരിക്കുന്നു. കൈകൾ വിറയ്ക്കുന്നുണ്ട്. തോമസ് അദ്ദേഹത്തിൻ്റെ എതിർവശത്തിരുന്നു. ഒരു ഗ്ലാസ് വെള്ളം മാത്യുവിന് നേരെ നീട്ടി. കുടിക്കൂ, ഭയപ്പെടേണ്ട. ഞങ്ങൾ സത്യം മാത്രമേ അറിയുന്നുള്ളൂ. മാത്യു വെള്ളം കുടിച്ചു. തൊണ്ട ഇടറി സംസാരിച്ചു. സർ, എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ രാവിലെ 6 മണിക്കാണ് വീട്ടിലെത്തിയത്. ഗേറ്റ് തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. അത് സാറിന് പതിവില്ല. ഞാൻ വിളിച്ചു, മറുപടിയില്ല. ഞാൻ ബോട്ട് ഹൗസിലേക്ക് പോയി. വാതിൽ ചാരിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിച്ചു, അകത്തു നിന്നും മറുപടിയില്ല. ഞാൻ തള്ളി തുറന്നു. അപ്പോഴാണ്. മാത്യുവിൻ്റെ വാക്കുകൾ ഇടറി. രാത്രി ജേക്കബ് സാർ എവിടെയായിരുന്നു? തോമസ് ചോദിച്ചു. സർ, വൈകുന്നേരം 7 മണിയോടെ വീട്ടിലെത്തി. പിന്നെ പുറത്തു പോയില്ല. ഡ്രൈവറും ഇല്ലായിരുന്നു. സാറ് സ്വയം ഡ്രൈവ് ചെയ്താണ് വന്നത്.
ആരെങ്കിലും വീട്ടിൽ വന്നിരുന്നോ? ഇല്ല സാർ, പക്ഷേ രാത്രി 10 മണിയോടെ ഒരു ഫോൺ വിളി വന്നിരുന്നു. സാർ അതെടുത്തു. കുറച്ച് കടുപ്പിച്ച് സംസാരിച്ചു. ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് സാർ പറയുന്നത് ഞാൻ കേട്ടു. ആരുടെ വിളിയാണെന്ന് അറിയാമോ? ഇല്ല സാർ. സാർ ഫോൺ വെച്ച ഉടനെ പുറത്തേക്ക് പോയി, ബോട്ട് ഹൗസിലേക്ക്. ഞാൻ ക്വാർട്ടേഴ്സിൽ കിടന്നുറങ്ങി. തോമസ് മാത്യുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഭയം യഥാർത്ഥമാണ്. എന്നാൽ മറച്ചുവെക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? നിനക്ക് ജേക്കബ് സാറിനോട് എന്തെങ്കിലും പകയുണ്ടോ? ഇല്ല സാർ, അദ്ദേഹമാണ് എന്നെ ഈ നാട്ടിൽ നിർത്തിയത്. എൻ്റെ മകളുടെ പഠനച്ചിലവ് അദ്ദേഹമാണ് നോക്കുന്നത്. തോമസ് എഴുന്നേറ്റു. രാജൻ, ഇയാളെ വിടൂ, പക്ഷേ സ്റ്റേഷൻ വിട്ടുപോകരുത്. പുറത്തേക്ക് വന്ന തോമസ് രാജനെ വിളിച്ചു. ജേക്കബ് വർഗീസിൻ്റെ കുടുംബാംഗങ്ങളെ വിവരം അറിയിച്ചോ? യെസ് സർ, മകൻ ഡേവിഡ് വരുന്നുണ്ട്. കൊച്ചിയിൽ ബിസിനസ് ചെയ്യുന്നു. ഭാര്യ മാർത്തയും ഉണ്ട്. അവർ നാട്ടിലുണ്ട്. ഡേവിഡ് എത്തട്ടെ, അയാളുമായി സംസാരിക്കണം. മാർത്തയെ നമുക്ക് നാളെ കാണാം. രാവിലെ 8 മണിയായപ്പോഴേക്കും ഡേവിഡ് സ്റ്റേഷനിലെത്തി. 35 വയസ്സ്, നല്ല വസ്ത്രധാരണം. മുഖത്ത് ദുഃഖമുണ്ടെങ്കിലും കണ്ണുകളിൽ ഒരുതരം അസ്വസ്ഥത തോമസിന് കാണാൻ സാധിച്ചു. എനിക്ക് അച്ഛനെ കാണണം, ഡേവിഡ് പറഞ്ഞു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ കാണാം, ഇരിക്കൂ, തോമസ് പറഞ്ഞു. ഡേവിഡ് ഇരുന്നു. അച്ഛൻ ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നോ? അച്ഛൻ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. എല്ലാവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു. ശത്രുക്കളെന്ന് പറയാൻ ആരുമില്ല. ബിസിനസ് എന്തെങ്കിലും തർക്കങ്ങൾ? അച്ഛന് ബിസിനസ്സിൽ താല്പര്യമില്ലായിരുന്നു. ട്രസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കുകയായിരുന്നു പ്രധാനം. ട്രസ്റ്റിൽ വല്ല അഴിമതികളും? തോമസ് ചോദിച്ചു. ചോദ്യം പെട്ടെന്നായിരുന്നു. ഡേവിഡ് ഞെട്ടി. സർ, അത് എന്ത് ചോദ്യമാണ്? അച്ഛൻ അതിൽ 1 രൂപ പോലും മുടക്കിയിട്ടുണ്ടാകില്ല. ഞാൻ ചോദിച്ചത് അഴിമതിയെക്കുറിച്ചല്ല, ഫണ്ടുകളുടെ വിനിയോഗത്തെക്കുറിച്ചാണ്. വലിയ തുകകൾ കൈമാറുന്നുണ്ടല്ലോ. എല്ലാം രേഖകളുണ്ട്, ഓഡിറ്റ് ചെയ്തതാണ്, ഡേവിഡ് പ്രതികരിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൈകൾ മുറുകി പിടിച്ചിരിക്കുന്നു. തോമസിന് സംശയം തോന്നി. ഒരു മകൻ അച്ഛൻ്റെ മരണത്തിൽ ഇത്രയും വേഗം പ്രതികരിക്കുന്നത് സ്വാഭാവികമാണോ? അതോ മനസ്സിലെ കുറ്റബോധം മറച്ചുവെക്കാനുള്ള ശ്രമമാണോ? നിങ്ങൾ കൊച്ചിയിലായിരുന്നല്ലോ, രാത്രി എവിടെയായിരുന്നു? ഹോട്ടലിൽ. രാവിലെ വിളി കിട്ടിയ ഉടനെ പുറപ്പെട്ടു. ആരെങ്കിലും സാക്ഷി? ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് ഉണ്ട്. തോമസ് തലയാട്ടി. ശരി ഡേവിഡ്, ഞങ്ങൾക്ക് നിങ്ങളുടെ സഹകരണം വേണം. ജേക്കബ് സാറിൻ്റെ ഫോൺ, ഡയറി, മറ്റു രേഖകൾ എല്ലാം ഞങ്ങൾക്ക് തരണം. വീട്ടിലുണ്ട്, മാത്യുവിനോട് ചോദിച്ചാൽ കിട്ടും. ഡേവിഡ് പോയ ശേഷം തോമസ് രാജനോട് പറഞ്ഞു. ഈ ഡേവിഡിനെ ഒന്ന് ട്രാക്ക് ചെയ്യൂ. ഫോൺ കോൾ ഡീറ്റെയിൽസ് എടുക്കണം. രാത്രി അച്ഛനുമായി സംസാരിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. സർ, ഡോക്ടർ റിപ്പോർട്ട് വന്നു. രാജൻ ഒരു ഫയൽ നീട്ടി. തോമസ് അത് വായിച്ചു. മരണകാരണം കഴുത്തറുത്ത്. സമയം രാത്രി 11 മണിക്കും പുലർച്ചെ 1 മണിക്കും ഇടയിൽ. ശരീരത്തിൽ മറ്റു പരിക്കുകളില്ല. പ്രതിരോധിച്ചതിൻ്റെ ലക്ഷണങ്ങളില്ല. അതായത് കൊലയാളിയെ ജേക്കബ് അറിയാമായിരുന്നു. അദ്ദേഹം ഭയപ്പെട്ടില്ല, വിശ്വസിച്ചു. സർ, ഒരു വിവരം കൂടിയുണ്ട്, രാജൻ പറഞ്ഞു. ജേക്കബ് സാറിൻ്റെ ട്രസ്റ്റിൽ നിന്നും കഴിഞ്ഞ മാസം ഒരു വലിയ തുക പിൻവലിച്ചിട്ടുണ്ട്. 50 ലക്ഷം രൂപ. ആരുടെ പേരിൽ? ഒരു മെഡിക്കൽ കോളേജിലേക്ക്, സെൻറ്റ് മേരീസ് ഹോസ്പിറ്റൽ. തോമസിൻ്റെ പുരികമുയർന്നു. സെൻറ്റ് മേരീസ്? അത് ഡോക്ടർ സാമുവലിൻ്റെ ആശുപത്രിയല്ലേ? അതെ സർ, ഡോക്ടർ സാമുവൽ ജേക്കബ് സാറിൻ്റെ അടുപ്പക്കാരിൽ ഒരാളാണ്. തോമസ് എഴുന്നേറ്റു. നമുക്ക് ആ ആശുപത്രിയിൽ പോകണം. ഈ 50 ലക്ഷം എന്തിനാണ് നൽകിയത് എന്നറിഞ്ഞാൽ മാത്രമേ ഈ കേസിൻ്റെ ചുരുളഴിയൂ. വൈകുന്നേരമായപ്പോഴേക്കും മഴ മാറി. സൂര്യപ്രകാശം മേഘങ്ങൾക്കിടയിലൂടെ തളം കെട്ടി നിൽക്കുന്ന വയലുകളിൽ പതിച്ചു. തോമസും രാജനും സെൻറ്റ് മേരീസ് ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. ആശുപത്രി പട്ടണത്തിൻ്റെ മധ്യഭാഗത്താണ്. വലിയൊരു കെട്ടിടം. ഡോക്ടർ സാമുവലിൻ്റെ കാണാൻ തോമസ് അപ്പോയിൻമെൻ്റ് എടുത്തിരുന്നു. ഡോക്ടർ സാമുവൽ, 55 വയസ്സ്, നാട്ടിലെ പ്രമുഖൻ. ജേക്കബ് വർഗീസിനൊപ്പം പല സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിട്ടുള്ള ആൾ. തോമസ് സാർ, ഇത് എന്ത് പരീക്ഷണമാണ്? ജേക്കബ് എൻ്റെ അടുത്ത സുഹൃത്താണ്, ഡോക്ടർ പറഞ്ഞു. സുഹൃത്തുക്കൾ തമ്മിൽ 50 ലക്ഷം രൂപ കൈമാറുന്നതിന് കാരണമെന്താണ് ഡോക്ടർ? തോമസ് ചോദിച്ചു. ഡോക്ടർ കുറച്ചു നേരം മൗനമായിരുന്നു. പിന്നെ പറഞ്ഞു, അതൊരു ഡൊണേഷൻ ആയിരുന്നു. ഞങ്ങളുടെ പുതിയ കിഡ്നി ട്രാൻസ്പ്ലാന്റ് വിഭാഗം തുടങ്ങാൻ. രേഖകളുണ്ടോ? ഉണ്ട്. ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയാണിത് കൈമാറിയത്. ആരാണ് സെക്രട്ടറി?
ജോൺ ജോൺ മാത്യു. തോമസിൻ്റെ മനസ്സിൽ ഒരു മിന്നൽ പിണർ. ജോൺ മാത്യു, വീട്ടിലെ പണിക്കാരൻ മാത്യുവിൻ്റെ മകനാണ് ജോൺ. ജോൺ മാത്യുവിനെ വിളിക്കാമോ? അവനിപ്പോൾ ഇവിടെ ഇല്ല സർ. ആവശ്യ ജോലിക്കായി പുറത്തുപോയി. എവിടെ? അറിയില്ല സർ. തോമസ് എഴുന്നേറ്റു. ഡോക്ടർ, ഈ കേസിൽ ഞങ്ങൾക്ക് പൂർണ്ണ സഹകരണം വേണം. ജോണിനെ കിട്ടിയാൽ ഉടനെ വിവരം തരണം. പുറത്തു വരുമ്പോൾ തോമസ് രാജനോട് പറഞ്ഞു, ഈ ജോൺ മാത്യുവിനെ കണ്ടെത്തണം. ഇയാളാണ് കേസിൻ്റെ ചുവട്. സ്റ്റേഷനിലേക്ക് തിരികെ വരുമ്പോൾ തോമസിൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. അജ്ഞാത നമ്പറിൽ നിന്ന്. ജേക്കബ്, വർഗീസിനെ കൊന്നത് ഞാനല്ല. പക്ഷേ ആര് എന്ന് എനിക്കറിയാം. രാത്രി 8 മണിക്ക് പഴയ പള്ളിയുടെ പിന്നിൽ വരൂ. ഒറ്റയ്ക്ക് വരണം. തോമസ് മെസ്സേജ് വീണ്ടും വീണ്ടും വായിച്ചു. ഇതൊരു കെണിയാകാമോ? അതോ സത്യത്തിൽ വിവരം നൽകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും? 10 വർഷം മുൻപ് ഇതുപോലെ ഒരു മെസ്സേജ് വന്നിരുന്നു. അന്ന് അദ്ദേഹം ഒറ്റയ്ക്ക് പോയി. അതൊരു കെണിയായിരുന്നു. അദ്ദേഹം വെടിവയ്പിൽ പെട്ടു. ഭാഗ്യവശാൽ രക്ഷപ്പെട്ടു. പക്ഷേ ആ കേസ് മുടങ്ങി. ഇപ്പോൾ വിരമിക്കാൻ പോകുന്ന സമയത്ത് ഇത്തരമൊരു സാഹസികത വേണോ? പക്ഷേ ജേക്കബ് വർഗീസിൻ്റെ മരണത്തിലെ ദുരൂഹത അദ്ദേഹത്തെ വിടുന്നില്ല. രാജൻ, നീ സ്റ്റേഷനിൽ തങ്ങൂ. ഞാൻ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്. സർ, ഞാനും വരാം. വേണ്ട, ഇതെൻ്റെ പേഴ്സണൽ കാര്യമാണ്. നീ ജോൺ മാത്യുവിനെ തിരയുന്നതിൽ ശ്രദ്ധിക്കൂ. രാത്രി 7 മണിയായി. തോമസ് തൻ്റെ സ്വന്തം കാറിൽ പഴയ പള്ളിയിലേക്ക് പോയി. പള്ളി പട്ടണത്തിൽ നിന്നും അകലെ കാട് പിടിച്ചു കിടക്കുന്ന ഒരു പ്രദേശത്താണ്. ചുറ്റും റബ്ബർ തോട്ടങ്ങൾ. വഴിയിൽ ആളുകൾ ആരുമില്ല. 8 മണി കഴിഞ്ഞു. ആരെയും കാണുന്നില്ല. തോമസ് കാറിന് പുറത്തിറങ്ങി പുകവലി ആരംഭിച്ചു. പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ടത്. പുല്ലുകൾ ഇളകുന്ന ശബ്ദം. ആരാ അത്? തോമസ് ചോദിച്ചു. മറുപടിയില്ല. ഒരു നിഴൽ അനങ്ങുന്നത് പോലെ തോന്നി. തോമസ് തോക്കിൽ കൈവച്ചു. പെട്ടെന്ന് ഒരു കല്ല് അദ്ദേഹത്തിൻ്റെ നേരെ എറിഞ്ഞു. തോമസ് മാറി. ഉടനെ 2 പേർ അദ്ദേഹത്തിന് നേരെ പാഞ്ഞു. തോമസ് പരിശീലനം സിദ്ധിച്ച ഒരു പോലീസ് ഓഫീസറാണ്. അദ്ദേഹം ഒരാളെ പിടിച്ചു വീഴ്ത്തി. മറ്റേയാൾ ഓടി രക്ഷപ്പെട്ടു. പിടികൂടിയ ആൾ ഒരു ചെറുപ്പക്കാരനാണ്. മുഖത്ത് മൂടിയുണ്ടായിരുന്നു. തോമസ് അത് ഊരി. ജോൺ മാത്യു. ജോൺ ഭയപ്പെട്ടിരുന്നു. സർ, എന്നെ വിടൂ. ഞാൻ ഒന്നും ചെയ്തില്ല. നീയാണ് ആ മെസ്സേജ് അയച്ചത്? അതെ സർ. എനിക്ക് ഭയമായിരുന്നു. അവർ എന്നെ കൊല്ലും. ആര്? ഡോക്ടർ സാമുവൽ. അദ്ദേഹമാണ് അച്ഛനെ കൊന്നത്. തോമസ് ഞെട്ടി. എന്ത് പറഞ്ഞു നീ? തെളിവുണ്ടോ? ഉണ്ട് സർ. അച്ഛന് ഒരു ഡയറി ഉണ്ടായിരുന്നു. അതിലെല്ലാം എഴുതിയിട്ടുണ്ട്. ട്രസ്റ്റിലെ പണം ഉപയോഗിച്ച് അവർ ഒരു മാഫിയ നടത്തുകയായിരുന്നു. കിഡ്നി മാഫിയ. തോമസിൻ്റെ രക്തം തിളച്ചു. ജേക്കബ് വർഗീസ് ഒരു മാഫിയയുടെ ഭാഗമായിരുന്നു. അതോ അദ്ദേഹം അത് തടയാൻ ശ്രമിച്ചതാണോ? ഡയറി എവിടെ? ഞാൻ അത് സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ തരില്ല. സുരക്ഷിതമായ സ്ഥലത്തുണ്ട്. എവിടെ? എനിക്ക് വിശ്വാസമില്ല സർ. നിങ്ങളിൽ പോലും അവരുടെ ആളുകളുണ്ടാകാം. തോമസ് ജോണിൻ്റെ തോളിൽ പിടിച്ചു. കേട്ടോ, ഞാൻ സത്യം മാത്രമേ അന്വേഷിക്കൂ. നിനക്ക് സംരക്ഷണം ഞാൻ തരാം. ഡയറി തരൂ. ജോൺ ആലോചിച്ചു. ശരി, എൻ്റെ വീട്ടിൽ പഴയ പെട്ടിയിലുണ്ട്. നമുക്ക് ഇപ്പോൾ പോകാം അങ്ങോട്ട്. ജോണിൻ്റെ വീട് സ്റ്റേഷനിൽ നിന്നും അധികം അകലെയല്ലായിരുന്നു. തോമസും ജോണും അവിടെ എത്തി. വീട് പൂട്ടിയിട്ടുണ്ടായിരുന്നു. ജോൺ താക്കോലെടുത്ത് വാതിൽ തുറന്നു. അകത്ത് ഇരുട്ടായിരുന്നു. തോമസ് ടോർച്ച് അടിച്ചു നോക്കി. മുറിയിൽ ആരുമില്ല. പെട്ടി എവിടെയാണ്? ജോൺ ഒരു മൂലയിൽ കിടക്കുന്ന പഴയ അലമാരയിലേക്ക് ചൂണ്ടി. തോമസ് അലമാര തുറന്നു. അകത്ത് ഒരു ചെറിയ ഡയറി ഉണ്ടായിരുന്നു. അതെടുത്തു തുറന്നു നോക്കി. ജേക്കബ് വർഗീസിൻ്റെ കൈയക്ഷരം. ഡിസംബർ 10. സാമുവേലിൻ്റെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല. നിർദോഷികളായ ആളുകളുടെ അവയവങ്ങൾ വിൽക്കുന്നത് പാപമാണ്. ഞാൻ ഇതിൽ നിന്നും പിന്മാറുന്നു. ഡിസംബർ 15. അവർ എന്നെ ഭീഷണിപ്പെടുത്തി. എൻ്റെ മകനെ അവർക്കറിയാം. എന്തു ചെയ്യണം? തോമസിന് കാര്യങ്ങൾ വ്യക്തമായി. ജേക്കബ് വർഗീസ് ഈ മാഫിയയിൽ നിന്നും പിന്മാറാൻ ശ്രമിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണം. ജോൺ, ഇത് വലിയ കേസാണ്. നമുക്കുടനെ സ്റ്റേഷനിലേക്ക് പോകണം. ജോൺ തലയാട്ടി. പക്ഷെ അവൻ്റെ കണ്ണുകളിൽ ഒരു സംശയം തോമസ് കണ്ടു. പെട്ടെന്നാണ് വീടിൻ്റെ പുറകുവശത്തു നിന്നും ഒരു ശബ്ദം കേട്ടത്. ജനൽ ചില്ല് പൊട്ടുന്ന ശബ്ദം. താഴെ കിടക്കൂ. തോമസ് ജോണിനെ തള്ളിയിട്ടു. അതേസമയം ഒരു വെടിയുണ്ട ജനലിലൂടെ അകത്തേക്ക് വന്നു.
ചുമരിൽ തട്ടി തീപ്പൊരി പാറി. തോമസ് തോക്കെടുത്ത് ജനലിലേക്ക് ലക്ഷ്യം വെച്ചു. പക്ഷെ പുറത്ത് ആരെയും കണ്ടില്ല. ആരാണത്? ജോൺ ചോദിച്ചു. അവർ നമ്മളെ പിന്തുടരുന്നുണ്ട്. നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. തോമസ് ജോണിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവർ പിൻവശത്തെ വാതിലിലൂടെ പുറത്ത് ചാടി. പുറത്തൊരു വാനുംകാൻ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. എൻജിൻ ഓണാക്കിയിട്ടുണ്ട്. കയറൂ, തോമസ് പറഞ്ഞു. അവർ വണ്ടിയിൽ കയറി. തോമസ് ഡ്രൈവ് ചെയ്തു. പിന്നിൽ നിന്നും വെടിയുണ്ടകൾ വണ്ടിക്ക് നേരെ വന്നു. ഗ്ലാസ് തകർന്നു. തോമസ് വണ്ടി വേഗത്തിൽ ഓടിച്ചു. ഈ രക്ഷപ്പെടൽ അദ്ദേഹത്തിന് പഴയ ഓർമ്മകൾ നൽകി. 10 വർഷം മുൻപും ഇതുപോലെ ഒരു രക്ഷപ്പെടലായിരുന്നു. അന്ന് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾ കൊല്ലപ്പെട്ടു. ആ കുറ്റബോധം ഇന്നും അദ്ദേഹത്തെ വേട്ടയാടുന്നു. ഇന്ന് ജോണിനെ രക്ഷിക്കണം. വണ്ടി സ്റ്റേഷനിലേക്ക് ഓടിക്കുമ്പോൾ തോമസ് രാജനെ വിളിച്ചു. രാജൻ, ഉടനെ ടീമിനെ ഒരുക്കൂ. ഡോക്ടർ സാമുവലിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. അദ്ദേഹം ആശുപത്രിയിലുണ്ടാകും. എന്തു പറ്റി സാർ? പിന്നെ പറയാം. ടീമിനെ ഒരുക്കൂ. രാത്രി 10 മണി. സെൻറ് മേരീസ് ആശുപത്രി. പുറത്ത് പോലീസ് വണ്ടികൾ വന്നു നിന്നു. തോമസ് തോക്കുമായി ആശുപത്രിയിലേക്ക് കയറി. രാജനും സംഘവും പിന്നിലുണ്ട്. റിസപ്ഷനിൽ നിന്നും വിവരം ചോദിച്ചു. ഡോക്ടർ സാമുവേൽ തൻ്റെ ഓഫീസിലുണ്ട്. തോമസ് പടവുകൾ കയറി. ഓഫീസിൻ്റെ വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നു. വാതിൽ തുറക്കൂ, തോമസ് വിളിച്ചു പറഞ്ഞു. അകത്തു നിന്നും മറുപടിയില്ല. തോമസ് വാതിൽ ചവിട്ടി തുറന്നു. ഡോക്ടർ സാമുവേൽ ജനലരികിൽ നിൽക്കുകയായിരുന്നു. കയ്യിലൊരു തോക്ക്. തോമസ് സാർ, ഇത് നിങ്ങൾക്ക് മനസ്സിലാകില്ല. ഞങ്ങൾ ചെയ്യുന്നത് കുറ്റകരമല്ല. ഞങ്ങൾ ജീവൻ രക്ഷിക്കുകയാണ്. പണമുള്ളവരിൽ നിന്നും പണമെടുത്ത് പണമില്ലാത്തവർക്ക് ചികിത്സ നൽകുന്നു. ഡോക്ടർ പറഞ്ഞു. നിർദോഷികളെ കൊന്ന് അവയവങ്ങൾ എടുക്കുന്നതാണോ ജീവൻ രക്ഷിക്കൽ? തോമസ് ചോദിച്ചു. കൈ തോക്കിലേക്ക് നീങ്ങി. ജേക്കബ് അത് മനസ്സിലാക്കിയില്ല. അദ്ദേഹം ഒരു തടസ്സമായി. അതുകൊണ്ട് അദ്ദേഹത്തെ നീക്കം ചെയ്യേണ്ടി വന്നു. ഡേവിഡിന് ഇതെല്ലാം അറിയാമായിരുന്നോ? ഡേവിഡ്, അവനൊന്നും അറിയില്ല. അവനൊരു കരു മാത്രമായിരുന്നു. തോമസ് മുന്നോട്ട് നടന്നു. തോക്ക് താഴെയിടൂ സാമുവേൽ, ഇല്ലെങ്കിൽ ഞാൻ വെടിവെക്കും. നിങ്ങൾ വെടിവെക്കില്ല. നിങ്ങൾക്ക് സർവീസ് അവസാനിപ്പിക്കണം. ഒരു കൊലപാതകം കൂടി നിങ്ങളുടെ പേരിൽ വേണ്ട. സാമുവേൽ തോക്ക് തോമസിന് നേരെ തിരിച്ചു. സമയം നീളുന്നു. തോമസിൻ്റെ മനസ്സ് വേഗത്തിൽ ചിന്തിച്ചു. അദ്ദേഹം പെട്ടെന്ന് വശത്തേക്ക് മാറി. അതേസമയം സാമുവേൽ വെടിവെച്ചു. ഉണ്ട തോമസിൻ്റെ തോളിൽ തട്ടി. തോമസ് വീണില്ല. അദ്ദേഹം തിരിച്ചു വെടിവെച്ചു. ഉണ്ട സാമുവേലിൻ്റെ കയ്യിൽ തട്ടി. തോക്ക് താഴെ വീണു. രാജനും സംഘവും ഉടനെ ഓഫീസിലേക്ക് കയറി സാമുവേലിനെ പിടികൂടി. തോമസ് തോളിൽ പിടിച്ചു. രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പുഞ്ചിരിച്ചു. കേസ് ക്ലോസ് ചെയ്തു. അടുത്ത ദിവസം ആശുപത്രിയിൽ. തോമസ് കിടക്കയിൽ കിടക്കുകയാണ്. തോളിൽ ബാൻഡേജ് ഉണ്ട്. ജോൺ മാത്യു അവിടെ ഉണ്ടായിരുന്നു. സർ, ഡേവിഡ് സാർ വന്നിരുന്നു, ജോൺ പറഞ്ഞു. എന്തിന്? അച്ഛൻ്റെ മരണത്തിൽ അദ്ദേഹത്തിന് ദുഃഖമുണ്ട്. അദ്ദേഹത്തിന് ഒന്നും അറിയില്ലായിരുന്നു അത്രേ. തോമസ് തലയാട്ടി. സാമുവേലിനെ ചോദ്യം ചെയ്തപ്പോൾ എല്ലാം വെളിപ്പെട്ടു. അവർ വലിയൊരു ശൃംഖല തന്നെയായിരുന്നു. ജേക്കബ് വർഗീസ് അത് മനസ്സിലാക്കി. അദ്ദേഹം അതിൽ നിന്നും പിന്മാറാൻ ശ്രമിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണം. ഇനി എന്ത് സർ? ഞാൻ വിരമിക്കുന്നു ജോൺ. ഈ കേസ് എൻ്റെ അവസാനത്തെ കേസായിരിക്കും. പക്ഷേ സർ പോയാൽ പിന്നെ ആര് ഈ നാട് കാക്കും? തോമസ് ചിരിച്ചു. നിയമമുണ്ട്. നിയമം പാലിക്കാൻ ആളുകളുണ്ടാകും. ഞാനൊരു ഉദ്യോഗസ്ഥൻ മാത്രമായിരുന്നു. അന്ന് വൈകുന്നേരം തോമസ് വീട്ടിലേക്ക് മടങ്ങി. സാറ അദ്ദേഹത്തെ വാതിൽക്കൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വന്നോ? വന്നു. എന്തു പറ്റി തോളിന്? ചെറിയൊരു മുറിവ്. ഒന്നുമില്ല. സാറ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. ഇനി മതി, വിശ്രമിക്കൂ. തോമസ് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. മഴ മാറിയിരുന്നു. ആകാശം തെളിഞ്ഞിരുന്നു. നക്ഷത്രങ്ങൾ തിളങ്ങുന്നു. ജേക്കബ് വർഗീസിൻ്റെ ആത്മാവിന് സമാധാനം കിട്ടിയിട്ടുണ്ടാകും. സത്യം പുറത്തു വന്നു. പക്ഷേ ഈ ലോകത്ത് ഇനിയും എത്ര ജേക്കബ് വർഗീസുകൾ ഉണ്ടാകും? എത്ര സാമുവേലുകൾ? തോമസിന് അറിയാമായിരുന്നു. കുറ്റകൃത്യങ്ങൾ അവസാനിക്കില്ല. പക്ഷേ അത് തടയാൻ ശ്രമിക്കുന്നവർ ഉണ്ടാകും. അതാണ് ജീവിതം. അദ്ദേഹം കസേരയിലിരുന്നു. കണ്ണുകൾ അടച്ചു. 10 വർഷം മുൻപത്തെ ആ രാത്രിയുടെ ഓർമ്മകൾ ഇപ്പോഴും മനസ്സിലുണ്ട്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് വിജയം നേടാൻ സാധിച്ചു. ആ വിജയം അദ്ദേഹത്തിന് സമാധാനം നൽകി. സാറ,
എനിക്കൊരു ചായ തരാമോ? തരാം. ചായയുടെ മണം അദ്ദേഹത്തിൻ്റെ അരികിലെത്തി. ജീവിതം തുടരുന്നു. കുറ്റവും ശിക്ഷയും സ്നേഹവും വിശ്വാസവും എല്ലാം കലർന്ന ഒരു യാത്ര. 1 മാസത്തിന് ശേഷം തോമസ് വിരമിച്ചു. സ്റ്റേഷനിൽ നിന്നും യാത്രയയപ്പ് പരിപാടി ഉണ്ടായിരുന്നു. എല്ലാ പോലീസുകാരും ഉണ്ടായിരുന്നു. രാജൻ കണ്ണീരോടെയാണ് നിന്നത്. സർ, നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? പറ്റും രാജൻ, നിങ്ങൾക്ക് കഴിവുണ്ട്. സത്യം മാത്രം നോക്കി മുന്നോട്ട് പോകൂ. തോമസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി. പുറത്ത് അദ്ദേഹത്തിൻ്റെ കാർ നിൽപ്പുണ്ടായിരുന്നു. ഇനി ഈ കാർ ഓടിക്കേണ്ട ആവശ്യമില്ല. ഭാര്യയോടൊപ്പം സമയം ചെലവഴിക്കാം. പക്ഷേ പോകുന്ന വഴിയിൽ അദ്ദേഹം ആ ബോട്ട് ഹൗസിന് മുന്നിലൂടെ കടന്നുപോയി. അവിടെ ഇപ്പോഴും പൂട്ടിയിട്ടിരിക്കുന്നു. ജേക്കബ് വർഗീസിൻ്റെ ഓർമ്മകൾ അവിടെയുണ്ട്. തോമസ് കാറ് നിർത്തിയിറങ്ങി. ബോട്ട് ഹൗസിൻ്റെ അടുത്തേക്ക് നടന്നു. വെള്ളം ശാന്തമായി ഒഴുകുന്നു. സാർ, നിങ്ങൾക്ക് സമാധാനം കിട്ടിയോ? മനസ്സ് ചോദിച്ചു. കിട്ടി, തോമസ് മനസ്സിൽ മറുപടി പറഞ്ഞു. അദ്ദേഹം തിരികെ കാറിൽ കയറി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോൾ സാറ വാതിൽ തുറന്നു. എന്താ ഇത്ര വൈകിയത്? ഒരിടത്ത് പോവാനുണ്ടായിരുന്നു, യാത്ര പറയാൻ. ആരോട്? എൻ്റെ പഴയ ഓർമ്മകളോട്. അന്ന് രാത്രി തോമസ് ഉറങ്ങാൻ കിടന്നു. സ്വപ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഗാഢമായ ഉറക്കം. രാവിലെ എഴുന്നേറ്റപ്പോൾ പുതിയൊരു പ്രഭാതമായിരുന്നു. പോലീസ് സർവീസ് അവസാനിച്ചു. പക്ഷേ ജീവിതം തുടരുന്നു. ഓരോ ദിവസവും ഒരു പുതിയ അന്വേഷണമാണ്. സ്വന്തം മനസ്സിൻ്റെ അന്വേഷണം. തോമസ് വരാന്തയിലിരുന്നു പത്രം വായിച്ചു. ആദ്യ പേജിൽ ഒരു വാർത്ത. കിഡ്നി മാഫിയ, പ്രധാന പ്രതി ഡോക്ടർ സാമുവൽ റിമാൻഡിൽ. തോമസ് പത്രം മടക്കി വെച്ചു. സാറ ചായയുമായി വന്നു. ചായ കുടിക്കൂ. തോമസ് ചായ കുടിച്ചു. ചൂട് ശരീരത്തിലേക്ക് പടർന്നു. ഇനി എന്ത് പ്ലാൻ? സാറ ചോദിച്ചു. ഒന്നുമില്ല, വീട്ടിലിരിക്കും. തോട്ടത്തിൽ ചില പണികളുണ്ട്. അത് മതിയോ നിങ്ങൾക്ക്? മതി. ഞാൻ ഇനി അന്വേഷിക്കേണ്ടത് എൻ്റെ മനസ്സിൻ്റെ സമാധാനമാണ്. സാറ പുഞ്ചിരിച്ചു. നിങ്ങൾക്ക് എപ്പോഴും സമാധാനമുണ്ടാകും. കാരണം നിങ്ങൾ സത്യം ചെയ്ത ആളാണ്. തോമസ് ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം ആകാശത്തേക്ക് നോക്കി. ഒരു പക്ഷേ ആകാശത്തിൻ്റെ സ്വാതന്ത്ര്യം. ജേക്കബ് വർഗീസിൻ്റെ മരണം അദ്ദേഹത്തിന് ഒരു പാഠം നൽകി. സത്യം എപ്പോഴും വിജയിക്കില്ല. പക്ഷേ സത്യത്തിനായി പോരാടുന്നവർ ഒരിക്കലും തോൽക്കില്ല. ആ ദിവസം മുതൽ തോമസ് വർഗീസ് ഒരു സാധാരണക്കാരനായി ജീവിച്ചു. പക്ഷെ നാട്ടുകാർക്ക് അദ്ദേഹം ഇന്നും ഒരു ഹീറോയാണ്. ആർക്കെങ്കിലും ഒരു സഹായം വേണമെങ്കിൽ അവർ തോമസ് സാറിനെ സമീപിക്കും. അദ്ദേഹം സഹായിക്കും. പോലീസ് യൂണിഫോം ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇന്നും ആ യൂണിഫോമിൻ്റെ ഭാരമുണ്ട്. കഥ അവസാനിക്കുന്നു. പക്ഷേ ജീവിതം തുടരുന്നു. നീലാംപേരൂരിൻ്റെ വയലുകൾ ഇന്നും പച്ചപിടിച്ച് നിൽക്കുന്നു. തോടുകൾ ഇന്നും ഒഴുകുന്നു. അവിടെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ആളുകൾ പറയും, തോമസ് സാർ ഉണ്ടായിരുന്നെങ്കിൽ. അത് തോമസിന് ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു.